കോഴിക്കോട് നഗരത്തിൽ തീപിടുത്തങ്ങൾ തുടർക്കഥയാകുമ്പോഴും ബീച്ച് ഫയർ സ്റ്റേഷൻ പൂർണ്ണസ്ഥിതിയിൽ അല്ലെന്ന് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി. നിലവിലുള്ള ഫയർ സ്റ്റേഷൻ പൂർണ്ണ സജ്ജമാക്കണമെന്ന് ജില്ലാ ജനറൽ സെക്രട്ടറി സുനിൽകുമാർ ആവശ്യപ്പെട്ടു. കരിപ്പൂർ വിമാനത്താവളത്തിലെ അത്യാധുനിക അഗ്നിരക്ഷാ സംവിധാനമായ ഓസ്ട്രിയൻ പാന്തർ സംവിധാനം നഗരത്തിൽ സ്ഥാപിക്കണമെന്നും ഇദ്ദേഹം ആവശ്യപ്പെട്ടു. ഓരോ തീപിടുത്തം ഉണ്ടാകുമ്പോഴും ഞങ്ങൾ മന്ത്രിമാരെ കാണും, മിനിസ്റ്റർമാരെ കാണും, ഇതുപോലുള്ള ഒരു സംവിധാനം ഉണ്ടാക്കണമെന്ന് പറയും. ഇപ്പം നിലവിലുണ്ടായിരുന്ന ബീച്ചിലെ ഫയർ സ്റ്റേഷൻ തന്നെ പൊളിച്ചിട്ടിട്ട് കാലങ്ങളോളായി. അവിടെ 2 യൂണിറ്റാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ അത് യുദ്ധകാല അടിസ്ഥാനത്തിൽ പ്രവൃത്തി തീർത്തി നടപടികൾ തുടങ്ങേണ്ട ഫയർ സ്റ്റേഷൻ ഇഴഞ്ഞു നീങ്ങുകയാണ് അതിൻ്റെ പ്രവർത്തനം. അപ്പോൾ ഇന്നിപ്പം ഇവിടുന്ന് വെള്ളിമാടയിൽ നിന്നും മീഞ്ചന്തയിൽ നിന്നൊക്കെ ഫയർ വണ്ടികൾ ഇവിടെ എത്താനുള്ള നേരം കൊണ്ടാണ് തീ ഇത്രയധികം പടർന്നു പിടിച്ചത്. അപ്പോൾ എന്തുകൊണ്ട് നമ്മുടെ കോഴിക്കോട് നഗരം വാണിജ്യത്തിൽ ഇത്തരം വലിയ സ്ഥാപനങ്ങളാണ്, ഇത് ചെറിയ ഫയർ എഞ്ചിനോട് കഴിയില്ല. അപ്പോൾ അതിനുള്ള സംവിധാനം ഉണ്ടാക്കണം, അത് എത്രയും പെട്ടെന്ന് ഉണ്ടാക്കണം തന്നെയാണ് ഞങ്ങളുടെ ആവശ്യം. ശരി, മറ്റു വാർത്തകളിലേക്ക് പോകാം.